6 മാസങ്ങൾക്ക് മുമ്പ് 2025 ഡിസംബറിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 പരമ്പര. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഫിൽട്ടർ ചെയ്യുന്നതിൽ നിർണായകമായ പരമ്പരയിൽ ശുഭ്മാൻ ഗിൽ എന്ന ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകൻ്റെ സ്കോർ ഇങ്ങനെയായിരുന്നു. കട്ടക്കിൽ ആദ്യ കളിയിൽ 2 പന്തിൽ 4 റൺസ്. ചണ്ഡീഗഡിൽ രണ്ടാം കളിയിൽ ഗോൾഡൻ ഡക്ക്, അതായത് നേരിട്ട ആദ്യ പന്തിൽ തന്നെ പുറത്തായി. മൂന്നാം മത്സരത്തിൽ ഗിൽ നേടിയത് 28 പന്തുകളിൽ 28 റൺസ്. നാലാം മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. പരിക്ക് കാരണം 5-ാം കളിയിൽ സഞ്ജു സാംസൺ പകരം ഓപ്പണറായി. 22 പന്തിൽ 37 റൺസ് അടിച്ച സഞ്ജു ഗില്ലിൻ്റെ ഓപ്പണർ സ്ഥാനം പിടിച്ചുവാങ്ങി. ഗില്ലിന് മുന്നിൽ ലോകകപ്പ് ടീമിൻ്റെ വാതിൽ അടഞ്ഞു. 5 മാസങ്ങൾക്കിപ്പുറം IPL വന്നു. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനായി ശുഭ്മാൻ ഗിൽ വീണ്ടും T20 കളിക്കാനിറങ്ങി. അഹമ്മദാബാദിൽ ഇത്തവണ ഫൈനൽ കളിക്കുന്ന ടീമുകളിലൊന്ന് ആതിഥേയരായ ഗുജറാത്താണ്. നിർണായകമായ 2-ാം ക്വാളിഫയറിൽ ഉൾപ്പെടെ ടീമിനെ ബാറ്റുകൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും മുന്നിൽ നിന്ന് നയിച്ച ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ സെലക്ടർമാരോട് ചോദിക്കുകയാണ്, ഇനിയും താൻ എന്താണ് തെളിയിക്കേണ്ടത്. ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ച 3 മാൻ ഓഫ് ദ മാച്ച് പ്രകടനങ്ങൾ, IPL-ൽ ചെന്നൈക്കായി കാഴ്ചവെച്ച മികച്ച തുടക്കങ്ങൾ. സഞ്ജു സാംസണിൽ നിന്ന് ഓപ്പണിംഗ് സ്ലോട്ട് തിരിച്ചു വാങ്ങുക ഗില്ലിന് എളുപ്പമല്ല. പക്ഷേ ഗില്ലിനെ പരിഗണിക്കാതിരിക്കാനും ഇനിയാകില്ല. സീസണിലെ പ്രകടനം അതിന് അടിവരയിടുന്നു. 15 കളികൾ, 722 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 163.71, സെഞ്ചുറി 1, അർദ്ധ സെഞ്ചുറികൾ 6, അടിച്ച ഫോറുകൾ 72, സിക്സുകൾ 33. IPL-ൽ 2 സീസണിൽ 700-ലേറെ റൺസ് നേടുന്ന 4-ാമത്തെ മാത്രം താരമാണ് ശുഭ്മാൻ ഗിൽ. 2023-ൽ നേടിയത് 890 റൺസാണ്. IPL പ്ലേ ഓഫ് മത്സരങ്ങളിൽ 1-ലേറെ സെഞ്ചുറി അടിച്ച താരവും ഗില്ലാണ്. നിലയുറപ്പിച്ച ശേഷം ആക്രമണം നടത്തുന്ന ശൈലിയാണ് വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയത്. അത് T20 ക്രിക്കറ്റിന് അനുയോജ്യമല്ലെന്ന വാദം തിരിച്ചടിയായി. ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കുന്ന ശൈലി സ്വീകരിക്കുന്ന ഇന്ത്യൻ ടീമിൽ അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ എന്നിവരുമായി താരതമ്യത്തിന് പോലും ഗില്ലിനെ പരിഗണിക്കാതിരിക്കാൻ കാരണമുണ്ടായിരുന്നു. ഗില്ലിൻ്റെ അന്താരാഷ്ട്ര കരിയർ സ്ട്രൈക്ക് റേറ്റ് 140-ൽ താഴെയാണ്. ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ നേരിടുന്ന ഡോട്ട് ബോളുകളുടെ എണ്ണപ്പെരുക്കം സഹതാരങ്ങളിൽ സമ്മർദ്ദം കൂട്ടുന്നുവെന്നതാണ് വിമർശനം. ടെസ്റ്റിലും ഏകദിനത്തിലും ഗില്ലിൻ്റെ ശൈലി പ്രശ്നമാകില്ലെങ്കിലും T20-യിലെ അതിവേഗ സ്കോറിങ്ങിലേക്കുള്ള ഗിയർ മാറ്റം ഫലപ്രദമായില്ല എന്നതായിരുന്നു വെല്ലുവിളി. ആ വെല്ലുവിളി ഗിൽ മറികടന്നു എന്നതാണോ IPL നൽകുന്ന സൂചന? വലിയ സ്കോറുകൾ എന്നതിലുപരി ഇമ്പാക്റ്റ് ഇന്നിംഗ്സുകളാണ് ഇപ്പോൾ ടീമിന് ആവശ്യം. ചുരുങ്ങിയ പന്തിൽ പരമാവധി റൺസ്. സെലക്ടർമാരുടെ ശ്രദ്ധയിൽപ്പെടാൻ അത്തരം 5ഓളം ഇന്നിംഗ്സുകൾ ഈ സീസണിൽ ഗിൽ കളിച്ചിട്ടുണ്ട്. 2-ാം ക്വാളിഫയറിൽ രാജസ്ഥാനെതിരെ 216 റൺസിൻ്റെ ലക്ഷ്യം പിന്തുടർന്ന് ഗുജറാത്തിനെ ഫൈനലിലെത്തിക്കാൻ നേടിയ 53 പന്തിലെ 104 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 196.23, 15 ഫോറും 3 സിക്സും. കൊൽക്കത്തയ്ക്കെതിരെ അവരുടെ തട്ടകമായ ഈഡൻ ഗാർഡൻസിലും 49 പന്തിൽ നേടിയ 85 റൺസ് 7 സിക്സറുകളുടെയും 5 ഫോറുകളുടെയും അകമ്പടിയോടെയായിരുന്നു. ഗിൽ സിക്സുകൾ അടിക്കുന്നത് കുറവെന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയായിരുന്നു ആ മത്സരം. സ്ട്രൈക്ക് റേറ്റ് 173.47. രാജസ്ഥാൻ റോയൽസിനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജയ്പൂരിൽ 44 പന്തിൽ നേടിയ 84 റൺസിലുണ്ടായിരുന്നത് 9 ഫോറുകളും 3 സിക്സുമാണ്. സ്ട്രൈക്ക് റേറ്റ് 190.91. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ അഹമ്മദാബാദിൽ നേടിയ 23 പന്തിലെ അതിവേഗ അർദ്ധ സെഞ്ചുറി. ആകെ 37 പന്തിൽ നേടിയ 64 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 172.97, 7 ഫോറും 3 സിക്സും. പവർ പ്ലേയിൽ പന്ത് കളയുന്നുവെന്ന പരാതി തീർത്ത ഇന്നിംഗ്സ് കണ്ടത് RCBക്കെതിരെയാണ്. 18 പന്തിൽ നേടിയത് 43 റൺസ്. സ്ട്രൈക്ക് റേറ്റ് 238.89 ആയിരുന്നു. 4 ഫോറും 3 സിക്സുകളും. ഈ കളികളിലെല്ലാം ഗുജറാത്ത് ടൈറ്റൻസ് ജയിച്ചു എന്നതാണ് ഗില്ലിൻ്റെ പ്രകടനത്തിൻ്റെ സവിശേഷത. തകർത്തടിക്കുന്നില്ല എന്ന പരാതികൾ ഉയരുമ്പോഴും ക്ലാസിക് അഗ്രസർ എന്ന വിശേഷണം ഗില്ലിന് നന്നായി ചേരുന്നുണ്ട്. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മനോഹരമായ ബാറ്റിംഗ് ശൈലിക്ക് ഉടമയാണ് അയാൾ. പവർ പ്ലേ ഓവറുകളിലും പവർ ഹിറ്റിന് ശ്രമിക്കാതെ പരമ്പരാഗത ക്രിക്കറ്റിംഗ് ഷോട്ടുകളിലൂടെ റൺസ് നേടുന്നതാണ് ഗില്ലിൻ്റെ രീതി. കവർ ഡ്രൈവുകളും പുള്ളുകളും പേസ് ബോളർമാരെ മുന്നോട്ട് കയറി അടിക്കുന്ന ഷോർട്ട് ആം പുള്ളും ഗില്ലിൻ്റെ പ്രത്യേകതയാണ്. ഇതെല്ലാം മാറ്റിവെച്ച് ബോളർമാരെ ആദ്യം മുതൽ ആക്രമിക്കാൻ ഗിൽ ഇക്കുറി തീരുമാനിച്ചത് തനിക്ക് നേരിട്ട അവഗണനകൾക്ക് മറുപടി നൽകാൻ ആയിരിക്കും. മറുഭാഗത്ത് സായ് സുദർശൻ മികച്ച ഫോമിൽ കളിക്കുന്നു എന്നതിൻ്റെ ആനുകൂല്യമാണ് ഗില്ലിൻ്റെ ഈ സീസണിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനമെന്നുള്ള വാദം വിമർശകർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഒരളവോളം റിസ്ക് എടുക്കാതെ ക്രീസിൽ നിലയുറപ്പിച്ച് ആക്രമിക്കുന്നതാണ് സുദർശൻ്റെയും രീതി. ക്രീസിൽ സെറ്റായാൽ അതിവേഗം റൺസ് ഉയർത്താനുള്ള മിടുക്കാണ് സായിയുടെ കരുത്ത്. അതിലുപരി ഇടം കൈ വലം കൈ കോമ്പിനേഷനെതിരെ എതിർ ബൗളർമാരുടെ ലൈനും ലെങ്തും പിഴയ്ക്കുന്നതും ഇരുവർക്കും നിലയുറപ്പിക്കാൻ സമയം നൽകുന്നുണ്ട്. ക്യാപ്റ്റൻസിയെക്കുറിച്ച് കൂടി പറയേണ്ടി വരും ഗില്ലിനെ മടക്കിക്കൊണ്ടുവരുന്നത് ആലോചിക്കുമ്പോൾ. സൂര്യകുമാർ യാദവിന് പകരം ഇന്ത്യൻ T20 ടീമിൻ്റെ നായകസ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ അടക്കമുള്ളവർ പരിഗണിക്കപ്പെടുന്നതായുള്ള വാർത്തകൾക്കിടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ്
IPL ഗുജറാത്തിൻ്റെ ഫൈനൽ പ്രവേശനം. ബംഗളൂരുവിനെ കഴിഞ്ഞ തവണ ജേതാക്കളാക്കിയ രജിത് പട്ടീദാർ എന്ന നായകനും ഗുജറാത്തിനെ ഫൈനലിലെത്തിച്ച ഗില്ലും തമ്മിൽ ഇന്ത്യൻ ടീമിലെ സ്ഥാനത്തിന് മാത്രമായല്ല, മറിച്ച് ക്യാപ്റ്റൻ പദവിയിലേക്ക് കൂടി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ബാറ്റ് കൊണ്ടുള്ള പ്രകടനം അതിന് മുതൽക്കൂട്ടാണ്. ഇവരിൽ ആര് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഗില്ലിലേക്കെത്തിയാൽ അതിശയിക്കേണ്ട. ബൗളർമാരെ മികച്ച രീതിയിൽ ഉപയോഗിച്ച ശൈലി എടുത്തു പറയണം. സൺറൈസേഴ്സിനെതിരെയും ചെന്നൈയെയും ചുരുങ്ങിയ സ്കോറിൽ ഒതുക്കിയ മത്സരങ്ങളിലെ ഫീൽഡ് പ്ലേസ്മെൻറ്റും ബൗളിംഗ് മാറ്റവും മുഹമ്മദ് കൈഫ് അടക്കമുള്ളവരുടെ പ്രശംസയ്ക്കിടയാക്കിയിരുന്നു. സീസണിലെ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ തോറ്റപ്പോൾ വിമർശനങ്ങൾ ഉയർന്നതാണ്. 2 ഓവറിൽ 15 റൺസ് മാത്രം വഴങ്ങിയ മുഹമ്മദ് സിറാജിന് പിന്നീട് പന്ത് നൽകാതിരുന്നത് പഞ്ചാബിൻ്റെ ചേസിംഗിൽ നിർണായക ഘടകമായിരുന്നു. അത്തരം വിമർശനങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഗില്ലിനെയാണ് പിന്നെ കണ്ടത്. സീസണിൻ്റെ ആദ്യ പകുതിയിൽ പതറിയ ഗുജറാത്ത് പ്ലേയിങ് 11ലേക്ക് ജേസൺ ഹോൾഡറെ കൊണ്ടുവന്നത് മികച്ച നീക്കമായിരുന്നു. ഡൽഹിക്ക് ജയിക്കാൻ അവസാന പന്തിൽ 2 റൺസ് മാത്രം മതിയെന്നിരിക്കെ സ്ലോവർ ബൗൺസർ എറിയാൻ നിർദ്ദേശിച്ചത് ഗില്ലായിരുന്നു. പവർ പ്ലേയിൽ റാഷിദ് ഖാൻ, നൂർ അഹമ്മദ് എന്നീ സ്പിന്നർമാരെ പരീക്ഷിക്കാനുള്ള ധൈര്യവും ഗിൽ കാട്ടി. സായ് സുദർശന് ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയത് അദ്ദേഹത്തെ സമ്മർദ്ദമില്ലാതെ കളിക്കാൻ പ്രേരിപ്പിച്ചു. ഫീൽഡിൽ ബോളർമാരുമായി നിരന്തരം സംസാരിക്കുന്ന നായകനായിരുന്നു ഗിൽ. ചില മത്സരങ്ങളിലൊക്കെ പാളിയെങ്കിലും പൊതുവിൽ ഗില്ലിൻ്റെ തന്ത്രങ്ങൾ ഫലിച്ചുവെന്ന് തന്നെയാണ് വിലയിരുത്തൽ. അവരുടെ പ്രകടനങ്ങൾ തെളിയിക്കുന്നതും അതുതന്നെയാണ്. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം ബാറ്റിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്ലസ് പോയിന്റാണ്. ഇന്ത്യൻ ടീമിലെ സ്ഥാനം തുലാസിലായ അവസരത്തിലാണ് സമ്മർദ്ദത്തെ മറികടന്നുള്ള IPL പ്രകടനം. ഫീൽഡിൽ അക്ഷോഭ്യനായി സഹതാരങ്ങളോടുള്ള ഇടപെടലും ടീമിൻ്റെ ഒത്തിണക്കം വർദ്ധിപ്പിക്കുന്നുണ്ട്. IPL പ്ലേ ഓഫ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി രാജസ്ഥാനെതിരെ നേടിയ ഗിൽ പ്ലേ ഓഫിൽ ഒരു IPL ടീം ക്യാപ്റ്റൻ്റെ ആദ്യ സെഞ്ചുറിക്ക് കൂടിയാണ് ഉടമയായത്. പ്ലേ ഓഫിൽ ഒന്നിലധികം സെഞ്ചുറി നേടുന്ന താരമെന്ന പദവി കൂടി സ്വന്തമാക്കിയ ഗിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ സെലക്ടർമാർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും. സ്പെഷ്യലിസ്റ്റ് ബാറ്റർക്ക് പകരം ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന വിക്കറ്റ് കീപ്പറെ പരിഗണിച്ചതും മധ്യനിരയിലും ഫിനിഷിംഗിലും റിങ്കുവിനും സുന്ദറിനുമൊക്കെ അവസരമൊരുക്കാനുമാണ് ലോകകപ്പ് ടീം സെലക്ഷനിൽ സെലക്ടർമാർ ശ്രമിച്ചത്. മികച്ച കോമ്പിനേഷൻ ശ്രദ്ധിച്ചപ്പോൾ ഒരാളെ ഒഴിവാക്കേണ്ടി വന്നതാണെന്നും അത് ഗില്ലിൻ്റെ കഴിവുകേടല്ലെന്നുമാണ് അജിത് അഗാർക്കർ പറഞ്ഞത്. ഒപ്പം പരിക്കും വിനയായി. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഗിൽ തെളിയിച്ചു കഴിഞ്ഞു, അയാളെ മടക്കി വിളിക്കാതെ തരമില്ല. ഗില്ലിനെ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചു വിളിച്ചാൽ നിലവിലെ ടീമിനെ എങ്ങനെ പൊളിച്ചു പണിയും എന്നതൊരു വെല്ലുവിളിയാണ്. സഞ്ജുവിനൊപ്പം ഓപ്പണിങ്ങിൽ തന്നെ ഗിൽ ഇറങ്ങാനാണ് സാധ്യത. കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ ഗിൽ നേടിയിട്ടുള്ളത് ഓപ്പണറായിട്ടാണ്. പിന്നെയുള്ളൊരു സാധ്യത 1 ഡൗൺ പൊസിഷനാണ്. ഓപ്പണിങ്ങിൽ വെടിക്കെട്ട് താരങ്ങൾ തുടരാൻ തീരുമാനിച്ചാൽ പിന്നെയുള്ള അനുയോജ്യ സ്ഥാനം 3-ാം നമ്പറാണ്. വിരാട് കോഹ്ലി വിരമിച്ചതോടെ ഇന്നിംഗ്സ് ആങ്കർ ചെയ്ത് കളിക്കുന്ന ഒരു താരത്തെ ഇന്ത്യക്ക് 3-ാം നമ്പറിൽ വേണ്ടതുണ്ട്. അപ്പോഴും കാര്യങ്ങൾ സേഫല്ല. IPL പോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും തകർത്തടിച്ചാൽ മാത്രമേ ഗില്ലിന് ഇനിയുള്ള കാലം തുടരാനാകൂ. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ പൂച്ചെണ്ടുകളെല്ലാം കൂരമ്പുകളായി അതിവേഗം തന്നെ മാറിയേക്കും.